നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കാനഡയിൽ വെച്ച് ഖാലിസ്ഥാനി തീവ്രവാദികളുമായി ആപ്പ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. പഞ്ചാബ് നിയമസഭാ സ്പീക്കറും ആപ്പ് നേതാവുമായ കുൽത്താർ സിംഗ് സദ്വാൻ ആണ് ഖാലിസ്ഥാനി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരുമായി ഖാലിസ്ഥാനി നേതാക്കൾ ഈ യോഗത്തിനിടെ ഫോണിലും ബന്ധപ്പെട്ടു. തുടർന്ന് $50 ലക്ഷം ആപ്പിന് ഇവർ കൈമാറി. ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ നേതാവ് ഹർജീത് സിംഗ് ബാജ്വയുമായി കുൽത്താർ സിംഗ് കാനഡയിലെ മോൺട്രിയൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്. ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ നേതാവ് ഹർജീത് സിംഗ് ബാജ്വയുമായാണ് കുൽത്താർ സിംഗ് കാനഡയിലെ മോൺട്രിയൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്. 2022 സെപ്റ്റംബറിലായിരുന്നു യോഗം നടന്നത്. ഖാലിസ്ഥാൻ രാജ്യത്തിനായി റഫറൻഡം നടത്തണമെന്ന ആവശ്യമുയർത്തി സമരം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യരുത് എന്നായിരുന്നു ബബ്ബർ ഖൽസയുടെ ആവശ്യം. കാനഡയിൽ നിന്ന് പാർട്ടിക്ക് ആവശ്യമായ ഫണ്ടിംഗ് തുടരണമെന്നതായിരുന്നു ആപ്പിന്റെ ആവശ്യം. 2022 സ്വാതന്ത്ര്യ ദിനത്തിൽ കാനഡയിലെ ഭാരത കോൺസുലേറ്റ് ആക്രമിക്കുകയും ദേശീയ പതാക കത്തിക്കുകയും ചെയ്ത സംഭവത്തിന് നേതൃത്വം നൽകിയ ഖാലിസ്ഥാനി ഭീകരനാണ് ബാജ്വ. പ്രത്യേക ഖാലിസ്ഥാൻ രാജ്യം വേണമെന്നാവശ്യപ്പെട്ട് കാനഡ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങളുടെ നേതാവ് കൂടിയാണ് ബാജ്വ. ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് ഗുർപന്ത് സിംഗ് പന്നു ആം ആദ്മി പാർട്ടിക്ക് ഖാലിസ്ഥാനി സംഘടനകൾ $16 മില്യൺ അതായത് 133 കോടി രൂപ നൽകിയതായി വെളിപ്പെടുത്തിയിരുന്നു. 2014 2022 ഇടയിൽ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായാണ് ഈ തുക കൈമാറിയെന്നും പന്നു വെളിപ്പെടുത്തി. ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഖാലിസ്ഥാനി ഭീകരൻ ദേവിന്ദർ പാൽ സിംഗ് ഭുള്ളറിനെ മോചിപ്പിക്കാം എന്ന വാഗ്ദാനവും കേജ്രിവാൾ നൽകിയെന്നാണ് ഖാലിസ്ഥാനി നേതാക്കൾ പറയുന്നത്. 9 പേർ കൊല്ലപ്പെടുകയും 30-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത 1993 ഡൽഹി സ്ഫോടന കേസിലെ പ്രധാന പ്രതിയാണ് ഭുള്ളർ. ആപ്പ് നേതാവ് ഗുർപ്രീത് ഗുർജി വഴിയാണ് ബബ്ബർ ഖൽസ നേതാവ് രജീന്ദർ സിംഗിനെ സമീപിക്കുകയും ആപ്പിന്റെ ഫണ്ട് ആവശ്യം ഖാലിസ്ഥാനി ഭീകരരെ ധരിപ്പിക്കുകയും ചെയ്തത്. ഭഗവന്ത് മാനും സഞ്ജയ് സിംഗ് എംപിയുമാണ് കാര്യങ്ങളുടെ ഏകോപനം നടത്തിയത്. കേസ് ഏറ്റെടുത്ത NIA ഉടൻ തന്നെ ആം നേതാക്കളെയും ഖാലിസ്ഥാനി ഭീകരരെയും പ്രതികളാക്കി FIR ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതേസമയം ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയയുടെ ജാമ്യ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിച്ചതിൽ സിസോദിയയ്ക്ക് പങ്കുണ്ടെന്നും പാർട്ടിയുടെ ശക്തനായ നേതാവായതിനാൽ സ്വാധീനമുള്ള ആളാണെന്നും ജാമ്യം നൽകാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. സാക്ഷികളെ സിസോദിയ സ്വാധീനിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും കോടതി പറഞ്ഞു. അധികാര ദുർവിനിയോഗം നടത്തിയ സിസോദിയ ജനാധിപത്യ പ്രമാണങ്ങളെ വഞ്ചിച്ചതായും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ രോഗിയായ ഭാര്യയെ എല്ലാ ആഴ്ചയും കാണാൻ വിചാരണ കോടതി തീരുമാനിച്ച നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ച് ഹൈക്കോടതി അനുമതി നൽകി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.